ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കൊച്ചിക്കാർക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മലയാളികൾക്കും, കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കും, അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും. മെട്രോ ട്രെയിൻ ഓടുന്ന ഒരു നഗരം നമ്മുടെ മലയാളക്കരക്ക് സ്വന്തമായതിൽ സന്തോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ നേരാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചടങ്ങുകൾ ഞാനും തത്സമയം ടിവിയിലൂടെയും മറ്റുമായിട്ട് ഞാനും കണ്ടു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികളെല്ലാം പങ്കെടുക്കുന്ന ചടങ്ങിൽ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ടപ്പോൾ സന്തോഷിച്ച അനേകായിരം മലയാളികളിൽ ഒരാളാണ് ഞാനും. പക്ഷെ ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ സമയത്ത് ലൈവായി നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഓരോ വികസന പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്യേണ്ടത് അതാത് കാലഘട്ടത്തിലെ ഭരണാധികാരികൾ തന്നെയാണ്. അതിനുള്ള അവരുടെ അവകാശത്തെയോ സർക്കാരുകളുടെ തീരുമാനത്തെയോ ഒന്നും നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് ആ വേദിയിലുടനീളം വികസനത്തിന് രാഷ്ട്രീയം കണക്കാക്കരുത് എന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തൊട്ടെല്ലാവരും ഈ പ്രൊജക്ട് കേരളത്തിന് വേണ്ടി സമ്മാനിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ എഫേർട്ടും എടുത്തിട്ടുള്ള, അതിനുവേണ്ടി നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള കഴിഞ്ഞൊരു ഭരണാധികാരിയുടെ പേര് പോലും പരാമർശിക്കാതിരുന്നത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പേരോ കഴിഞ്ഞ സർക്കാരിന്റെ സംഭാവനകളെയോ ഒരു വാക്കുകൊണ്ട് പോലും അഭിനന്ദിക്കാൻ, പ്രത്യേകിച്ച് വ്യക്തമായി എടുത്തു പറയാൻ വേദിയിലിരിക്കുന്ന ആരും സംസാരിച്ചാരും തയ്യാറായില്ല എന്നുള്ളതും വളരെ ഖേദകരം തന്നെയാണ്. അത് ഒരു ഉദ്ഘാടന സമയത്ത് കഴിഞ്ഞ സർക്കാരിനെ ഓർക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പറയുന്നതല്ല. 2004 മുഖ്യമന്ത്രിയായപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ജനനായകൻ ഉമ്മൻചാണ്ടി സാറാണ് ഈ പ്രൊജക്ട് കേരളത്തിന് നടപ്പിലാവണമെന്നുള്ള ആഗ്രഹം ആത്മാർത്ഥമായി പ്രകടിപ്പിച്ചത്. നമുക്കറിയാം, അന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനുമായിട്ട് ഡിസ്കഷൻ നടത്തിയതും അവരോട് DPR ഉണ്ടാക്കാൻ പറഞ്ഞതും 2005 ഞാൻ മനസ്സിലാക്കുന്നു ജൂലൈയിൽ DPR അവർ സമർപ്പിച്ചതും അതിനുവേണ്ടിയുള്ള കേന്ദ്ര അനുമതിക്ക് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചതൊക്കെ ഉമ്മൻചാണ്ടി ആദ്യത്തെ ടേമിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്. പിന്നീട് ഞാൻ സഭയിൽ ഇതിനു മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നമുക്കറിയാം KMRL രൂപീകരിക്കുന്നത് പിന്നീട് 2011 ജൂൺ മാസം 6 തീയതിയാണ്. വീണ്ടും ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമാണ് KMRL വീണ്ടും അതിന്റെ സജീവമായ കൊച്ചി മെട്രോ വീണ്ടും അതിന്റെ സജീവമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. അതും ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഏതാനും മാസം കൊണ്ട് തന്നെ KMRL രൂപീകരിക്കാൻ അന്ന് കഴിഞ്ഞു. ഓഗസ്റ്റിലും ഒക്ടോബറിലും ഒക്കെയായി കേന്ദ്രാനുമതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് നടത്തുകയുണ്ടായി. 2012 തന്നെ DMRCയുമായിട്ടുള്ള ധാരണാപത്രത്തിന്റെ കരട് തയ്യാറാക്കാനും അന്ന് കഴിഞ്ഞു, അന്ന് ഫെബ്രുവരി മാസത്തിൽ. പിന്നീട് മാർച്ച് മാസം 9 തീയതി ശ്രീധരനെ DMRC ചുമതലപ്പെടുത്തുകയായിരുന്നു. കേരളത്തിലെ കൊച്ചി മെട്രോക്കും ലൈറ്റ് മെട്രോ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രീധരനെ ചുമതലപ്പെടുത്തി DMRCയെ കൊണ്ട് അന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാനും നമുക്ക് സാധിച്ചു. മാർച്ച് മാസം 30 തീയതി ആ വർഷം തന്നെ 2012 മാർച്ച് മാസം 30 തീയതി മെട്രോയുടെ ആദ്യഘട്ട ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. 2012 ഓഗസ്റ്റിലെ KMRLന്റെ പുതിയ MD ആയി എലിയാസ് ജോർജിനെ അന്നത്തെ ഗവൺമെന്റ് നിയമിച്ചു. 2012 സെപ്റ്റംബർ 11 KMRLന്റെ ആദ്യ ബോർഡ് യോഗം നടന്നു. അതുപോലെ തന്നെ സെപ്റ്റംബർ 13 ശിലാസ്ഥാപനം നടത്താൻ അന്നത്തെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് കൊച്ചിയിൽ വന്ന് കൊച്ചി മെട്രോക്ക് ശിലാസ്ഥാപനം നടത്തിയത് 2012 സെപ്റ്റംബർ 13 2013 ഏപ്രിൽ 4 KMRLും DMRCയും തമ്മിലുള്ള കരാറുകൾ ഒപ്പിട്ടത്. ആ കരാർ 2013 ഏപ്രിൽ 4 DMRCയും KMRLും തമ്മിലുള്ള കരാർ ഒപ്പിട്ടു. ഏപ്രിൽ തന്നെ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ലോണിന് വേണ്ടിയുള്ള അപേക്ഷകൾ പ്രോസസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ജൂൺ 7 നമ്മുടെ കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും കഴിഞ്ഞ സർക്കാരിന് സാധിക്കുകയുണ്ടായി. ജൂൺ 19 22 സ്റ്റേഷനുകൾക്ക് നമ്മുടെ ക്യാബിനറ്റ്, അന്നത്തെ സർക്കാരിന്റെ ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തു. 2013 സെപ്റ്റംബർ 30 ആദ്യ സ്റ്റേഷൻ നമുക്ക് അതിന്റെ നിർമ്മാണം കലൂരിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. അതൊക്കെ സഭയിൽ പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് ആവർത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇന്നത്തെ ആ വേദിയിൽ ഇത്രയും സംഭാവനകൾ നൽകിയ ഒരു ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻസിനെ സംബന്ധിച്ച്, വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം നോക്കരുത് എന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാമർശമെങ്കിലും നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അതുണ്ടായില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അതിൽ ശ്രദ്ധിച്ചതായിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുപോലെ 2014 ഓഗസ്റ്റ് 12 കൊച്ചി മെട്രോക്ക് കോച്ചസ് ഉണ്ടാക്കാനുള്ള കരാറ് ഫ്രഞ്ച് കമ്പനിയായ അൽസ്റ്റോമിന് നമുക്ക് അന്ന് കൊടുക്കാൻ വേണ്ടി സാധിച്ചു.
2015 ജൂൺ 10 നമ്മുടെ ടിക്കറ്റിന്റെ ഇന്നിവിടെ വൺ കാർഡ് ഉൾപ്പെടെയുള്ളതൊക്കെ നവീനമായ ആശയങ്ങളായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ അതിന്റെ ഓട്ടോമേറ്റഡ് ടിക്കറ്റ് കളക്ഷൻ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ 2015 ജൂൺ 10 തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. 2015 സെപ്റ്റംബർ 4 ഇതിന്റെ പുതിയ ലോഗോ, കോച്ചിന്റെ ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേരള നാടിനും രാജ്യത്തിനും കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റിന് അന്ന് കഴിയായിരുന്നു. 2016 ജനുവരി 2 ആദ്യ സെറ്റ് കോച്ചുകൾ ആ നിർമ്മാണ കമ്പനി നമ്മുടെ ഗവൺമെന്റിന് KMRL കൈമാറി. ജനുവരി 12 ആദ്യ സെറ്റ് കോച്ചുകൾ മുട്ടം യാർഡിലെത്തി. അതിനുശേഷം ജനുവരി 23 മുട്ടം യാർഡിൽ കോച്ചുകളുടെ പരീക്ഷണ ഓട്ടം തുടങ്ങി. 2016 മാർച്ച് 21 കൊച്ചി മെട്രോയുടെ മുട്ടം മുതൽ പാലാരിവട്ടം വരെയുള്ള പരീക്ഷണ ഓട്ടമൊക്കെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പിലാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ എല്ലാ യു ഷേപ്ഡ് പില്ലേഴ്സ് ഉൾപ്പെടെയുള്ള ആ വികസന പ്രവർത്തനങ്ങളുടെ കൊച്ചി പോലൊരു നഗരത്തിൽ സ്ഥലം സമയബന്ധിതമായി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഉൾപ്പെടെ ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ അതിവേഗം ഈ മെട്രോ പണി പൂർത്തീകരിച്ചത്, റെക്കോർഡ് വേഗത്തിൽ പണി പൂർത്തീകരിച്ചത് ഈ കൊച്ചി മെട്രോയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് സ്ഥലമേറ്റെടുപ്പ് കൊച്ചി നഗരത്തിലായിട്ട് പോലും അതൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇച്ഛാശക്തി കാണിച്ച ഒരു ഗവൺമെന്റിന്റെ സംഭാവനകളെയാണ് ഇന്ന് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ പരാമർശിക്കപ്പെടാതെ പോയത് എന്നുള്ളത് ഖേദകരമാണ്. എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കുന്നു. ഇന്ന് നിറഞ്ഞ കയ്യടികളോടെ ആ സദസ്സും വേദിയും ഏറ്റെടുത്ത പ്രിയപ്പെട്ട മെട്രോമാൻ E. ശ്രീധരൻ, അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് ഹൃദയത്തിൽ നിന്നുള്ള സല്യൂട്ട് നൽകാൻ ഞാനും കോടിക്കണക്കിന് മലയാളികളും ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണാവോ പ്രധാനമന്ത്രിയുടെ ചടങ്ങിന് ആദ്യഘട്ടത്തിൽ ഒരു സുരക്ഷാ ഭീഷണിക്ക് കാരണമായി മാറിയത് എന്ന് പോലും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു വിവാദത്തിലൂടെ വേദിയിലേക്ക് വരേണ്ട ഒരാളായിരുന്നില്ല ശ്രീ ശ്രീധരൻ എന്നുള്ളത് ഇന്ന് അവിടെ കണ്ട കയ്യടിയോടുകൂടി നമുക്കും മനസ്സിലാവുകയാണ്. അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റിനും ഞാൻ പ്രത്യേകം നന്ദി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ഏലിയാസ് ജോർജ്, ഇതിന്റെ സ്ഥലമേറ്റെടുപ്പ് നടത്തിയ കളക്ടർമാർ ഷെയ്ഖ് ഫരീദ്, അതുപോലെ തന്നെ രാജമാണിക്യം, ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തി ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഇതിനുവേണ്ടി പ്രവർത്തിച്ച തൊഴിലാളികളെയൊക്കെ ആ വേദിയിൽ വെച്ച് അഭിനന്ദിക്കുന്നത് വാക്കുകളോടെ നമ്മൾ കേട്ടു. നമ്മളും അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ നേരുന്നു. അത്തരം അഭിനന്ദനങ്ങൾക്ക് നമ്മുടെ ഒക്കെ സന്തോഷം നമ്മൾ അവരോടൊക്കെ പങ്കുവെക്കാൻ തന്നെ നമ്മളും ആഗ്രഹിക്കുകയാണ്. അപ്പോഴും ഈ കാര്യം പറയാൻ ഇവർക്കാർക്കും മനസ്സുണ്ടായില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഗവൺമെന്റിന്റെ സംഭാവനകൾ കൂടെ ഒന്ന് എടുത്തു പറയുകയായിരുന്നെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും സ്റ്റേച്ചർ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വലുതാവുകയല്ലാതെ ഒട്ടും ചെറുതായി പോകുമായിരുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ കേസായിട്ടും എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, ഭൂപൻ ഹസാരിക പ്രശസ്ത സംഗീതത്തിന്റെ പേരിൽ നമ്മൾ കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് നദിയുടെ കുറുകെ 9.15 കിലോമീറ്റർ നീളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം 2009 ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ആ പാലത്തിന് അനുമതി നൽകിയതും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും. രണ്ട് കാര്യത്തിന് വേണ്ടി, വർഷകാലം വന്നാൽ ഉപജീവനത്തിന് പോലും പ്രയാസപ്പെടുന്ന കർഷകർക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി, ഒപ്പം അതിർത്തി കാക്കുന്ന പട്ടാളക്കാരന് തന്ത്രപരമായ സൈനിക നീക്കം നടത്തുന്നതിന് വേണ്ടിയും ഈ പ്രശസ്ത സംഗീതത്തിന്റെ പേരിൽ ഭൂപൻ ഹസാരിക പേരിൽ അദ്ദേഹത്തിന് ആസാമിലെ സാദിയയും ധോളയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നെയായിരുന്നു. എന്നാൽ മെയ് 26 അതിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി ഈ പ്രധാനമന്ത്രി വന്നപ്പം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭൂരിഭാഗവും കഴിഞ്ഞ UPA സർക്കാരിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളായിരുന്നു. 95% ജോലികളും പൂർത്തീകരിച്ചത് തരുൺ ഗൊഗോയ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്. അദ്ദേഹത്തെ ആ പാലം കാണാൻ പോലും അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്നുള്ളതൊക്കെ വാർത്തകളിലൂടെ വായിക്കാനിടയായി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ജമ്മു ശ്രീനഗർ തുരങ്കപാത, ഈ ജമ്മു ശ്രീനഗർ തുരങ്കപാതയും നമുക്കറിയാം അതിന്റെ തുടക്കം കുറിച്ചത് 2011 ശ്രീ ഒമർ അബ്ദുള്ള അദ്ദേഹം തറക്കല്ലിടുമ്പോൾ കേന്ദ്രമന്ത്രി ഗുലാം നബി ആസാദ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആ ചടങ്ങ്. ആ തീരുമാനവും അന്നത്തെ UPA സർക്കാർ എടുത്ത 2500 കോടി രൂപ ചെലവിലാണ് ഒരു വർഷം കൊണ്ട് മാത്രം 100 കോടിയോളം രൂപയുടെ ഇന്ധനം ലാഭിക്കാൻ കഴിയാവുന്ന, ജമ്മു ശ്രീനഗർ പാതയിൽ 2 മണിക്കൂറോളം സേവ് ചെയ്യാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ 10-30 കിലോമീറ്ററോളം ലാഭിക്കാൻ കഴിയാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഒരു പക്ഷേ
ഏഷ്യയിലെ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഏറ്റവും വലിയ തുരങ്കപാതകളിൽ ഒന്നായി അതും നമ്മുടെ നാടിന് നൽകാനുള്ള തീരുമാനമെടുത്തതിന്റെ ഫണ്ട് അനുവദിച്ചതും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ഒക്കെ കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്തായിരുന്നു. ഗവൺമെന്റുകൾ തുടർച്ചയാണ് എന്നത് അംഗീകരിക്കുമ്പോൾ തന്നെ ഈ തുടർച്ചയായി വരുന്ന ഗവൺമെന്റുകൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുമ്പോൾ അതൊക്കെ സ്വന്തം ക്രെഡിറ്റായി മാത്രം കണക്കാക്കുന്നതും അതിന്റെ പിന്നിൽ സംഭാവനകൾ നൽകിയവരെ മറന്നുപോകുന്നതും ഒരു നല്ല ശീലമല്ല എന്നുള്ളത് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത് കൊച്ചി മെട്രോ ആണെങ്കിലും ശരി, ഉമ്മൻചാണ്ടിയുടെ പേരോ കഴിഞ്ഞ സർക്കാരിന്റെ സംഭാവനകളോ പരാമർശിക്കാൻ മറന്നുപോയ കൊച്ചി മെട്രോ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ഈ ജമ്മു ശ്രീനഗർ തുരങ്കപാതയാണെങ്കിലും ശരി, അതുപോലെ തന്നെ ഭൂപൻ ഹസാരികയുടെ പേരിലുള്ള പാലമാണെങ്കിലും ശരി, അത് യഥാർത്ഥത്തിൽ സമ്മാനിച്ചത് ആരാണ് എന്നുള്ളതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിനീതമായ വിശ്വാസം. ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ചെടിച്ചട്ടി വെക്കലും പെയിന്റ് അടിക്കലും മാത്രമായിരുന്നു ഈ ഗവൺമെന്റിന് ചെയ്യാനുണ്ടായിരുന്നത് എന്നൊന്നും അങ്ങനെ വില കുറച്ച് സംസാരിക്കാനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷേ എടുത്ത് പറയേണ്ടതായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ, അല്ലെങ്കിൽ സംഭാവനകളെ സംബന്ധിച്ചും ആ ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയെ സംബന്ധിച്ചൊക്കെ ഒന്ന് എടുത്ത് പറയേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പം ക്രെഡിറ്റ് ഏറ്റെടുത്ത് അതിന്റെ എല്ലാവിധ അധ്വാനവും തങ്ങളാണ് നടത്തിയെന്ന് അവകാശപ്പെടുന്ന ആളുകളോട് ഡോക്ടർ MK മുനീർ അസംബ്ലിയിൽ സൂചിപ്പിച്ചതുപോലെ അവനവൻ ഓടിയതിന് മാത്രം കിതക്കുന്നതായിരിക്കും ജനങ്ങളുടെ മുന്നിൽ നല്ലതെന്ന് വിനീതമായി ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കൊച്ചി മെട്രോ പാളത്തിൽ കയറി അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സഞ്ചാരം തുടങ്ങുന്നത് ഒരു സംശയവും വേണ്ട. 20-ാം തീയതി കേരളത്തിന്റെ പ്രിയങ്കരനായ ജനനായകൻ ഉമ്മൻചാണ്ടി നടത്തുന്ന ആദ്യ യാത്രയോടൊപ്പമായിരിക്കും കേരളത്തിലെ ജനമനസ്സിലും കൊച്ചി മെട്രോയുടെ ചൂളം വിളിയും അതിന്റെ സഞ്ചാരവും ആരംഭിക്കുക എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ കൂടി കൊച്ചി മെട്രോക്ക് വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇന്ന് അത് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിക്കും അത് ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി സാക്ഷ്യം വഹിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഇത് കേരളത്തിന് സമ്മാനിച്ചതാരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ആ ജനങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഈ സ്വപ്ന സാക്ഷാത്കാര വേദിയിൽ ഈ സമയത്ത് എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ 1000 അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്.